ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയാണല്ലേ വിഷ്ണുവേട്ടന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത്? ഞാൻ എല്ലാം കേട്ടു. മോന് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ഒരു അധികാരവും ഇല്ല. കാരണം ഞങ്ങൾക്ക് വീട് വാടകയ്ക്ക് തന്നത് സുബൈർ എന്ന ആളാ. അദ്ദേഹം വന്നു പറഞ്ഞ ആ നിമിഷം ഞങ്ങൾ മാറിക്കൊടുക്കാനും തയ്യാറാ. പക്ഷേ അദ്ദേഹം പറയണം. പിന്നെ ഇവളെ ഇപ്പം മോന് തല്ലാനും കൊല്ലാനുമുള്ള അധികാരമൊന്നുമില്ല. ഇനി ഭാര്യ ആയാലും ഒരു കാര്യമില്ലാതെ അവളെ ഉപദ്രവിക്കാനും പറ്റില്ല. എനിക്ക് അധികാരം ഉണ്ടോ ഇല്ലെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഉം. എല്ലാത്തിനെയും ഇവിടുന്ന് ഞാൻ കെട്ടുകെട്ടിക്കും. നോക്കിക്കോ. നീ അങ്ങോട്ട് വന്നേക്ക്. നിനക്കുള്ളതൊക്കെ ഞാൻ അവിടെ കരുതി വെച്ചിട്ടുണ്ട്. ആ ഉം. സോറി സത്യാമ്മേ, അതൊരു ദുഷ്ടനാ. ആരോട് എന്ത് പറയണമെന്നൊന്നും അറിയില്ല. ഞാൻ ചെല്ലട്ടെ, എനിക്കിന്ന് ശരിക്ക് കിട്ടും. മോളെ, എന്റെ തലവിധി. സത്യാമേ, ഇതിപ്പോ പാവം ആ കൊച്ചിന്റെ ഭാവി ഇവനെ പോലൊരുത്തന്റെ കൈ കൊടുക്കല്ലേ ഈശ്വര. അപ്പോ പണി വെച്ചതാണല്ലേ? അവന്റെ മർമ്മം നോക്കിയുള്ള പണി. പിന്നെ നീ എന്ത് കരുതി? ശൂന്യതയിൽ നിന്നും ദിവ്യ പുരുഷ കേസരികൾ വിഭൂതി സൃഷ്ടിക്കുന്ന പോലെ ലോറിയിൽ സ്പിരിറ്റ് പൊട്ടിമുളച്ചാണെന്നോ? നന്നായി പണിയെടുത്തിട്ടാ മോനെ ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. നന്നായി അറിഞ്ഞു തന്നെ കൊടുത്ത പണി. അതിന്റെ മാസ്റ്റർ ബ്രെയിനാ ഈ 6 അടി പൊക്കത്തിൽ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന എന്റെ ഈ ചിറ്റപ്പൻ. അവൻ എന്നെ കൂട്ടി ജയിച്ചതാ. ഈ ചോദിച്ചു വാങ്ങാന്നൊരു കലാപരിപാടിയുണ്ട്. അത് കൂടുതലായി കണ്ടുവരുന്നതും നമ്മുടെ ഈ മലയാളികളുടെ ഇടയ്ക്ക് തന്നെ. ആ ഒരു ഐറ്റമാ ഭാര്യയും ഭർത്താവും കൂടെ എന്റെ മുമ്പിൽ എടുത്തത്. വലിയൊരു ഗുണ്ടയാണെന്നുള്ള തോന്നലൊക്കെ അവനുണ്ടായിരുന്നു. അതൊന്ന് ഒതുക്കി കിട്ടണം. എന്നാലേ അവന്റെ അഹങ്കാരം നിൽക്കൂ. അടിക്കാൻ അറിയാവുന്നൊരു പുറത്തുണ്ടെന്ന് അവനൊന്ന് അറിയണം. കൈ കിട്ടിയിരുന്നെങ്കിൽ ചോര തുപ്പിച്ചേനയാ. പക്ഷെ എന്തോ ശുക്രൻ അവിടെ ഉച്ചയിൽ നിൽക്കുന്നുണ്ടാ തോന്നുന്നു. എന്റെ വലയിൽ നിന്നവൻ തലനാരിടയ്ക്കാ രക്ഷപ്പെട്ടത്. പൊക്കണം, ഏത് മാളത്തിൽ ഒളിച്ചാലും പൊക്കണം. റിമാൻഡിലായി കിട്ടിയ നല്ല ചൊണയുള്ള ചുള്ളന്മാരുണ്ട് അവിടെ. പഴയ യുദ്ധമുറകളല്ല, പുതിയ തന്ത്രങ്ങൾ പഠിച്ചവര്. അവരെടുത്തങ്ങ് അലക്കിക്കോളും. 6-ാം മാസം എല്ല് നുറുക്കി പദം വരുത്തി പട്ടടയിൽ പൊതിയാൻ ഭാഗത്തിന് പഴമ്പായിൽ പൊതിഞ്ഞു തരാൻ മിടുക്കുള്ളവര്. അവന്മാർക്ക് മുന്നിലേക്ക് ഇവനെ ഒന്ന് ഇട്ടുകൊടുക്കാൻ എന്താ ചിറ്റപ്പ ഒരു വഴി? ഇതിപ്പോ എന്റെ ഡിപ്പാർട്ട്മെന്റിലും ഈ കളക്ടറോട് കൂടുള്ള കുറെ എംബോക്കുകൾ കയറി കൂടിയിട്ടുണ്ട്. എന്ത് നീക്കം ഉണ്ടായാലും അപ്പൊ തന്നെ അവന്മാർ അവളെ വിളിച്ച് പറയുകയും ചെയ്യും. നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോരുത്തരെയായിട്ട്. വിഷ്ണുവിന്റെ കട്ടയും പടവും മുടക്കുന്ന പോലെ ഓരോരുത്തർക്ക് എണ്ണി വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒടുക്കത്തെ 8ന്റെ പണി. വിഷ്ണു ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു പോലീസുകാരെയും കൂട്ടാതെ ചിറ്റപ്പനങ്ങ് ഇറങ്ങി ചിറ്റപ്പാ. ആന കരിമ്പുന്തോട്ടത്തിൽ കയറിയതുപോലെ അവനെ സഹായിക്കുന്നവരൊക്കെ എടുത്തിട്ടങ്ങ് ചതയ്ക്ക്. ഉറ്റവരും ഉടയവരും തനിക്ക് വേണ്ടി ബൂട്ടിന്റെ ചവിട്ട് കൊള്ളുന്നുണ്ടെന്നറിയുമ്പോ അവൻ താനെ അങ്ങ് പുറത്തു ചാടും. സ്നേഹിക്കുന്നവർക്ക് ചങ്കും കരളും വാരി കൊടുക്കുന്നവനാ ഈ വിഷ്ണു. തന്റെ ഇഷ്ടക്കാർക്ക് ഒരു ആപത്ത് വന്നു എന്ന് അവൻ അറിഞ്ഞ അവൻ ഒരു പാതാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റില്ല. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഇത്രയൊക്കെ ദ്രോഹം ഞാൻ അവരോട് ചെയ്തിട്ടുണ്ടെങ്കിലും
എനിക്കൊരാപത്ത് വന്ന അവൻ വരും. എന്നെ ദ്രോഹിച്ചവർക്കെതിരെ കണക്ക് ചോദിക്കുകയും ചെയ്യും. അതവന്റെ പ്രകൃതവാ. ശുദ്ധനാ. ഭൂലോക മണ്ടനും. വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നടക്കണമെന്നൊന്നും അവനില്ല. നീ എന്താടാ രോഹിത്തെ അവനെ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാക്കുകയാണോ? അവന് വായ്ക്കലിടാൻ പച്ചരിയും ചെത്തിപ്പൂവും കറുകപ്പുല്ലും വെച്ച് കാത്തിരിക്കുന്ന എനിക്ക് അവനെ വാഴ്ത്തപ്പെട്ടവനാക്കിയിട്ട് എന്ത് കിട്ടാനാ? അവനെ വീഴ്ത്താനുള്ള തന്ത്രമോ ഞാൻ പറഞ്ഞേ. അവന് വേണ്ടപ്പെട്ട ഒരു കരയണം. നിലയില്ല കയത്തി കിടന്ന് പെടാപ്പാട് പെടണം. എങ്കിലവൻ പുറത്തിറങ്ങും. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയാണല്ലേ വിഷ്ണുവേട്ടന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത്? ഞാൻ എല്ലാം കേട്ടു. രോഹിത്തെ, ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത്. മതി. ഇനി കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. വിഷ്ണു വീണ അതിന്റെ അർത്ഥം ഞങ്ങൾ ജയിച്ചെന്നാ. അങ്ങനെ നിങ്ങളെ ഇപ്പൊ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ വിവരം എല്ലാരും വിളിച്ചറിയിക്കും. ക്ഷമ വേണ്ട. രോഹിത്തെ രോഹിത്തെ വിടാൻ. കള്ളി, ഞങ്ങള് പറയുന്ന ഒളിച്ചു നിന്ന് കേട്ടിട്ട് ഭീഷണിപ്പെടുത്ത ഇവള്. അപ്പൊ പിന്നെ ഇവളെ നീ വെച്ചേക്കണോ? തല്ലാനല്ല പോണ ഞാൻ, ഇവളെ അങ്ങ് കൊല്ലാനാ. കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്നവളെയൊക്കെ കൂടെ നിർത്താൻ പറ്റില്ല. വാടി ഇവിടെ. രോഹിത്തെ വിട്, വിടന്നെ. വാടി. രോഹിത്തെ ഇങ്ങോട്ട് വാടി. വിടാൻ. എന്നെ വിടാൻ രോഹിത്തെ. വാടി ഇങ്ങോട്ട്. വാടി. രോഹിത്തെ ഇങ്ങോട്ട് കേറി വാടി. രോഹിത്തെ വിട്. രോഹിത്തെ വിട്. രോഹിത്തെ വിട്. വാടി ഇങ്ങോട്ട്. രോഹിത്തെ കയ്യിന്ന് വിട്. വാ. ഇനി നീ ഇവിടെ കിടന്നാ മതി. ആരാ നിന്നെ വന്ന് രക്ഷിക്കാൻ പോകുന്നെന്ന് എനിക്കൊന്ന് അറിയണം. ഈ മൊബൈലാണല്ലോ നിന്റെ ആയുധം. ഇതിന് എന്റെ ഇരിക്കട്ടെ. രോഹിത്തെ, രോഹിത്തെ, അമ്മ. രോഹിത്തെ, അമ്മ. രോഹിത്തെ വാതിൽ തുറക്ക്. രോഹിത്തെ വാതിൽ തുറക്ക്. രോഹിത്തെ വാതിൽ തുറക്ക്. അവിടെ കിടക്കടി. പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോടി. ഇവനെ ആള് കൊള്ളാലോ.